ഇത് ലൈക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലേ സീറ്റ്സിന്റെ? അത് ബോസ് സീറ്റ് ആണ് ആ സംഭവം വരുന്നത് ബാക്കിലെ. അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചാ വണ്ടി ഓടിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങോട്ട് പോയി ഇറങ്ങാൻ പറ്റുമായിരിക്കും. അതെ, ഇവിടെ ഞാൻ ഇറങ്ങുന്നതായിരിക്കുന്നത് ഇൻ കേസ് പോലീസ് അങ്ങനെ ഉണ്ടെങ്കിൽ. സെമി കൂളിംഗ് അകത്ത് കിട്ടും. വരുന്നുണ്ട് സ്റ്റോറേജ്, വെന്റിലേഷൻസ്. എന്തെങ്കിലും ഇമ്പാക്ട് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യാമറ ആവും. കാരണം നമ്മളിപ്പോൾ ഇരിക്കുന്ന 2-wheel drive സിഗ്നേച്ചർ ഡീസലാണ് വണ്ടി. അഡാസ് എല്ലാം ഉള്ള വേരിയന്റ് തന്നെ. 2 വേരിയൻസ് ഇതേ ഉള്ളൂ, പ്ലാറ്റിനും സിഗ്നേച്ചർ. പെട്രോൾ വേരിയൻസ് ഉണ്ട് അതിന്റെ? പെട്രോൾ ഉണ്ട്. ഇത് ഹീറ്റിങ്ങിന്റെ ആണോ? ഒന്ന് ഹീറ്റിങ്ങിന്റെ ഒന്ന് ഹീറ്റിങ്ങിന്റെ ആണ്. അങ്ങനെ 3 ലെവൽസും വരുന്നുണ്ട്, ലോ മിഡ് ഹൈ എന്നുള്ള. ടെമ്പറേച്ചേഴ്സ് ആണെങ്കിൽ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. ഇത് സിംഗിൾ ട്രിം ആണോ? ഏതാ? ലൈക്ക് വേരിയന്റ് അല്ല, 2 വേരിയൻസ് വരുന്നുണ്ട്. 2 വേരിയൻസിനകത്ത് തന്നെ ആക്ച്വലി ഇതിന്റെ മേളിൽ ഡീസലിൽ ഒരു വേരിയന്റും കൂടെ ഉണ്ട്, സിഗ്നേച്ചർ തന്നെ, പക്ഷേ 4-wheel drive. നമ്മൾ 2-wheel drive ആണ് ഡ്രൈവ് ചെയ്യുന്നത്. അതിനകത്ത് ഹ്യുണ്ടായുടെ തന്നെ എച്ച്-ട്രാക്ക് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലി ബിൽഡ് ആയിട്ടുള്ള ഓൾ-വീൽ ഡ്രൈവ് സിസ്റ്റം ആണ് വന്നിരിക്കുന്നത്. പവറൊക്കെ എങ്ങനെ വരുന്നത്? പവർ വരുമ്പോഴത്തേക്ക് ഡീസലിൽ നമുക്ക് 186 PS പവറും 416 Nm ടോർക്കും ആണ് വരുന്നത്. അത് പെട്രോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 156 PS പവറും വരും, 192 Nm ടോർക്കും വരും. പെട്രോളും 2 ലിറ്റർ ആണോ? രണ്ടും 2 ലിറ്റർ തന്നെ. ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ടോ? ഉണ്ടല്ലോ. നമുക്ക് ഇവിടെയാണ് ഡ്രൈവിംഗ് മോഡ് സ്വിച്ച് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർമൽ മോഡിലാണ്. എക്കോ വരുന്നുണ്ട്, നോർമൽ, സ്പോർട്സ്, സ്മാർട്ട്. സ്മാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഇപ്പോൾ സ്മാർട്ടിലിട്ടാ വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വേ ഓഫ് ഡ്രൈവിംഗ് ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ്ലി വണ്ടി അഡാപ്റ്റ് ചെയ്യും. വണ്ടി ഒരു ECUവിനകത്ത് സേവ് ആയതിനു ശേഷം വണ്ടി ആ ഒരു രീതിക്കായിരിക്കും പെർഫോം ചെയ്യുന്നത്. അഡാസ് വരുന്ന വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും മറ്റേ സ്മാർട്ട് സ്റ്റോപ്പ് ആൻഡ് ഗോ, പിന്നെ അതേപോലെ തന്നെ നമ്മളെ സ്റ്റിയറിംഗ് കറക്ഷൻ, എല്ലാ ഫീച്ചേഴ്സ് ലെവൽ 2 ആയിരിക്കും. ലെവൽ 2 ആണ്. ഫോർവേഡ് കൊളീഷൻ, മറ്റേ ബ്ലൈൻഡ് റിയർ, ബ്ലൈൻഡ് സ്പോട്ടും റിയർ ട്രാഫിക് കൊളീഷൻ വാർണിംഗ് അസിസ്റ്റും എല്ലാം വരുന്നത്. ഇതിന്റെ വേരിയൻസിന്റെ നെയിം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്ലാറ്റിനും സിഗ്നേച്ചറും.
രണ്ട് വേരിയൻസ് ആണുള്ളത്. നമുക്ക് പെട്രോളിനകത്ത് നോർമലി പ്ലാറ്റിനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിനകത്ത് മെയിൻലി സീറ്റ് വെന്റിലേഷൻസ് കാണില്ല. പിന്നെ അതേ കണക്ക് എന്താ പറയുന്നത്, നമുക്ക് ഈ കോ ഡ്രൈവർ സീറ്റ് എന്താ പറയുന്നത് ഇലക്ട്രിക് കാണില്ല. അപ്പോൾ സീറ്റ് വാക്ക് ഇൻ ഡിവൈസ് ഒന്നും കാണില്ല. പിന്നെ അഡാസ് ഫീച്ചേഴ്സ് ആണ് മെയിൻലി ഇല്ലാത്തത്. ഇതെല്ലാം പ്ലാറ്റിനത്തിലേ വരും. ഇതെല്ലാം പ്ലാറ്റിനത്തിനകത്ത് വരില്ല, സിഗ്നേച്ചറിൽ മാത്രമേ സിഗ്നേച്ചറിലേ വരൂ. പിന്നെ ഡീസൽ വരുമ്പോഴത്തേക്ക് സിഗ്നേച്ചറിനകത്ത് തന്നെ സിഗ്നേച്ചർ 2-wheel ഡ്രൈവ് ഉണ്ട്, 4-wheel ഡ്രൈവ് ഉണ്ട്. 4-wheel ഡ്രൈവ് ഡീസലിനകത്ത് മാത്രമേ വരുന്നുള്ളൂ, പെട്രോളിലില്ല. പെട്രോളിൽ 2-wheel ഡ്രൈവ് സിഗ്നേച്ചർ ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസസ് ഒക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് നമുക്ക് ഓൺ റോഡ് പ്രൈസിംഗ് ആണെങ്കിൽ ഒരു 36.5 to 46.6 വരെ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നത്. ഇപ്പം കറന്റ് ഡീസൽ വെഹിക്കിൾസ് ആണെങ്കിൽ നമുക്ക് ഇയർ എൻഡിങ് ഓഫേഴ്സ് ആയിട്ട് 1.5 lakhs ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട്. 2024 ആകുമ്പോൾ ഓൾറെഡി ഇപ്പം ഇന്ത്യയുടെ എല്ലാ വണ്ടികൾക്കും പ്രൈസ് ആയിക്കൊണ്ടാവുമെന്നും പറഞ്ഞ് നമുക്ക് ഓൾറെഡി നോട്ടീസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്തായാലും പ്രൈസ് ആയി ആവാനുള്ള ചാൻസേ ഉള്ളൂ. സേഫ്റ്റി ഫീച്ചേഴ്സ് ലൈക്ക് എയർ ബാഗ്സ് ഒക്കെ എത്ര വരുന്നത്? എയർ ബാഗ്സ് എല്ലാം നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്കിപ്പം ബാക്കി ട്രാക്ഷൻ കൺട്രോളും നോർമൽ വണ്ടികളിൽ വരുന്ന പോലെ തന്നെ വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇലക്ട്രിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് എല്ലാം തന്നെ വരുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സ്റ്റിയറബിലിറ്റി നഷ്ടപ്പെടില്ല വണ്ടിയുടെ. അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ എൻക്യാപ്പിന്റെ 5 സ്റ്റാർ റേറ്റിംഗും വരുന്നുണ്ട്. കാരണം വണ്ടി CKD പ്രൊഡക്റ്റ് ആണ്. ഡാസിന്റെ ആയിട്ടാണ് കൊളീഷൻ വാർണിംഗ് വന്നത്. നേരത്തെ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് ഓണാക്കിയായിരുന്നല്ലോ, വീണ്ടും ഓണായി. അന്നേരം ഇനി മാറ്റി കൊടുക്കണോ? അത് കുഴപ്പമില്ല, ആദ്യം വാർണിംഗ് വരും. പിന്നെ നമ്മൾ സ്റ്റിൽ ആക്സിലേറ്റർ പെഡലിലാണ് നമ്മളെ കാലെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്ന കുറച്ച് സഡൻ എഫക്റ്റിലാണെന്ന് മാത്രം. ബാക്കി വണ്ടി ഉണ്ടെങ്കിൽ സീന. ഇവിടുത്തെ ഈ റോഡിന്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും സംഭവം. പ്രോപ്പർ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ എന്താ സ്റ്റിയറിംഗ് കറക്ഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത സിറ്റുവേഷൻസിൽ കുറച്ച് ഇവിടുത്തെ ഇപ്പം ഈ ഒരു റൂട്ട് നമ്മൾ നോക്കിയാൽ തന്നെ പ്രോപ്പറായിട്ട് എങ്ങനെ ലൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എത്ര ടോർക്ക് ഫിഗേഴ്സ് എത്ര വരുന്നത്? ഇതിന് 416 Nm വരുന്നത്. അത്യാവശ്യം നല്ല ടോർക്ക് ഉണ്ട്. കാൽ കൊടുക്കുമ്പോഴേ അത് ഈവൻ എക്കോ മോഡ് ആണെങ്കിൽ കൂടിയും എക്കോയിലാണ് കിടക്കുന്നത്. പെർഫോമൻസ് ബേസ് നല്ല രീതിക്കുള്ള പെർഫോമൻസ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഇൻസൈഡ് ക്യാബിൻ നോയ്സും ക്യാൻസലേഷൻ പോലെ വന്നിട്ട് അത്യാവശ്യം ഓവറായിട്ട് ഇൻസൈഡ് കയറാറില്ല. കാരണം നോർമലി ഒരു ഡീസൽ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചവിട്ടി പോയി കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ക്യാബിൻ നോയ്സ് ഭയങ്കര ഹൈ ആയിരിക്കും. എഞ്ചിന് നല്ല റിഫൈൻഡ് ആണ്. നല്ല റിഫൈൻഡ് എഞ്ചിനാണ്. ട്രാൻസ്മിഷൻ
180 തന്നെയാണ്, ടോർക്ക് കൺവേർട്ടർ ആണ് വന്നിരിക്കുന്നത്. എനിക്കത് എത്ര സ്പീഡാണെന്നറിയാം, ലൈക്ക് 7 സ്പീഡ്, 6 സ്പീഡ്, 8 സ്പീഡ്. ഓക്കെ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 8ാമത്തെ ഗിയർ ഇടാനായിട്ട് ഇത് 90 ക്രോസ് ചെയ്യേണ്ടി വരും. 80 അല്ലെങ്കിൽ 90 കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിന് മാനുവൽ വേരിയൻസ് ഉണ്ടോ? ഇല്ല, മാനുവൽ വേരിയൻസ് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്. ഇപ്പം നമ്മൾ നോർമൽ വണ്ടിക്കകത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഒരുവിധം എല്ലാ വണ്ടിക്കകത്തും വരുന്നുണ്ട്. പുതിയതായിട്ട് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ടൊന്നും വരുന്നില്ല. പിന്നെ ഇപ്പോൾ ഫാൻ സ്പീഡ് ഹൈ അല്ലെങ്കിൽ ഓട്ടോ ഇപ്പോൾ നമ്മൾ ഹൈ ഇട്ട് കുറേ നേരം പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളെ മുഖത്തേക്ക് കാറ്റടിക്കുമ്പോൾ എല്ലാവർക്കും കുറേ നേരം ആകുമ്പോൾ ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യും. ഇതിനകത്ത് അത് മാറ്റാനായിട്ട് കമ്പനിയായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദി യൂണിക് ഫീച്ചറാണ് ഡിഫ്യൂസ് എന്നുള്ള മോഡ്. ഡിഫ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു പാനൽ കാണുന്ന കംപ്ലീറ്റ്ലി ഒരു എയർ ഹോൾസ് ആണ് വന്നിരിക്കുന്നത്. സോ ഈ എയർ ഹോൾസിൽ കൂടെ ആയിരിക്കും കംപ്ലീറ്റ് എയർ പാസ് ആവുന്ന ഒരു സെൻട്രലൈസ്ഡ് AC പോലെ. സോ അന്നേരം ആ മുഖത്തേക്കുള്ള ഇതും അതെ അതെ AC-യുടെ ആ ഒരു ഓവർ ഫാൻ സ്പീഡിന്റെ നോയ്സും കൺട്രോൾഡ് ആയിരിക്കും. ഓഫ് ചെയ്യാൻ പറ്റും. ചവിട്ടുന്നുള്ള കാര്യം റിസ്ക് എടുക്കണം. ചവിട്ടെന്നൊക്കെ പറഞ്ഞ് 100-ലൊക്കെ പോയി അന്നേരം സ്റ്റോപ്പ് ആയിരിക്കും സാധനം. അടിപൊളി. സസ്പെൻഷൻസ് എല്ലാം വരുമ്പോൾ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻസ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് 2 സീറ്റ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. അത് ഡ്രൈവർ സൈഡ് സീറ്റ് 10-way അഡ്ജസ്റ്റബിൾ ആണ്. ഇത് 8-way അഡ്ജസ്റ്റബിൾ. മെമ്മറി ഫംഗ്ഷൻ ഉണ്ടോ? മെമ്മറി ഫംഗ്ഷൻസ് ഉണ്ട്. 2 മെമ്മറി നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും സീറ്റ്സിൽ. ഡ്രൈവർ സൈഡ് പിന്നെ ഇതിനകത്ത് നമ്മളെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വരുന്നുണ്ട്. അതായത് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ക്ലസ്റ്റേഴ്സ് ക്യാമറയായിട്ട് ചേഞ്ച് ആവും. വെർണയിലൊക്കെ ഉള്ള പോലെ ഇല്ല, വെർണയിൽ വരുന്നില്ല. നമ്മളെ അൾക്കസറിനകത്ത് വരുന്നുണ്ട്. അൾക്കസറിനകത്തും ആണിക്കിനകത്ത് വരുന്നുണ്ട്.
ക്യാമറ നമുക്ക് ഓൺ ആക്കിയിടാം ഡ്രൈവിങ്ങിൽ. വയർലെസ് ചാർജിങ് അല്ല ഇവിടെ വരുന്നത്. From this drag of your hustle